അപ്പോൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എടാ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് സിമ്പിളാണ് കുറച്ച് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് പറഞ്ഞാൽ ഇത് കുറേ കാര്യങ്ങൾ അറിയാമെന്നില്ല, ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഒരു പ്രോബ്ലം വന്നാൽ ഇങ്ങനെ അത് ചെയ്യുന്ന പ്രൊസീജിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ചെയ്താലേ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പറായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രൊസീജിയർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 5-8 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ചെയ്യണം. വേഗമായി ചെയ്തിട്ട് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഇൻവെൻട്രിക്ക് പോകണം. ഓക്കെ, ഇൻവെൻട്രി NPO രണ്ടും കൂടെ നാളെ തീരണം. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ആകെ ഇതുണ്ടാവുള്ളൂ പാർട്ട്ണർഷിപ്പ് 2 days ആണ്. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നോക്ക് എടാ, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഇതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് ഇത്രേ ഉള്ളൂ. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഓർഗനൈസേഷനിലൊന്നും സിസ്റ്റമാറ്റിക് ബുക്സ് കീപ്പ് ചെയ്യൂല. ആ ബുക്സ് കീപ്പ് ചെയ്യാത്തൊരു ഓർഗനൈസേഷന് അവരെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്തുക, അതുപോലെ തന്നെ അവരെ എഫേർട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ടൊരു മെത്തേഡിൽ പോസിബിൾ അല്ല. റീസൺ ബീങ് അവരെന്ത് കീപ്പ് ചെയ്യുന്നില്ല, ബുക്സ് കീപ്പ് ചെയ്യുന്നില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാന്നാണ്. ഇപ്പോൾ ഒരു പെട്ടിക്കടയിൽ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രോസറി ഷോപ്പിൽ ഒരു അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ ഡബിൾ എൻട്രി ഒക്കെ അറിയുന്ന ഒരാൾക്ക് 20,000 രൂപ കൊടുത്ത് സാലറി ഒക്കെ കൊടുത്തിട്ട് അയാളെ നിർത്തി ഒരു സോഫ്റ്റ്വെയർ ഒക്കെ വാങ്ങി എൻട്രി അടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയ കാര്യമാണോ? അല്ല. അപ്പോൾ ഓരോരോ ഓർഗനൈസേഷൻ എന്താ ചെയ്യുക, അവരവർക്ക് വേണ്ട രീതിയിലുള്ള കണക്ക് കീപ്പ് ചെയ്യും. ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചെറിയ ഗ്രോസറി ഷോപ്പിലെ ചേട്ടൻ, ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ പറയും പറ്റി ബുക്ക് എന്നൊക്കെ പറയും. ഓക്കെ, എടാ പറ്റില്ല അല്ലെങ്കിൽ കടം പറയരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു ബുക്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കും, നിങ്ങളെ കടം ഇത്രയായി. അപ്പോൾ അതെന്താണ്, അയാൾ ക്രെഡിറ്റിന് സാധനം വിറ്റിട്ട് കിട്ടാനുള്ള പൈസയാണ്. അതിന് നമ്മൾ വിളിക്കും എന്ത്, ഡെപ്റ്റേഴ്സ്. എടാ അതിന് ഡെപ്റ്റേഴ്സാണ് വിളിക്കുക. അപ്പോൾ അയാൾ ഫുൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നില്ല, പക്ഷേ അയാൾക്ക് എന്തറിയാം, ഡെപ്റ്റേഴ്സ് അറിയാം. എടാ അറിയില്ലേ? ഇനി അയാൾ മെയിൻ ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയിട്ട് സാധനം എടുക്കും. മാർക്കറ്റിൽ പോയി സാധനം എടുത്തു കഴിഞ്ഞാൽ ആ മാർക്കറ്റിലത്തെ സപ്ലയർക്ക് എത്ര പൈസ കൊടുക്കാണ്ടത് പുള്ളിക്ക് അറിയില്ലേ? ആ സപ്ലയർ ആരാണ്? അയാളുടെ ക്രെഡിറ്ററാണ്. അപ്പോൾ അയാൾ ഡെപ്റ്റർ അറിയാം, അതുപോലെ തന്നെ അയാൾക്ക് എന്തറിയാം, ക്രെഡിറ്റർ അറിയാം. പിന്നെ കുറേ ഇപ്പം എല്ലാ കടയിലും മറ്റേ മീൻ കടയിൽ വരെ UPI ആണ് അല്ലേ? അപ്പോൾ ബാങ്കിലോട്ട് ഇവരെ UPI അക്കൗണ്ട് ഉണ്ടാവും, അതിന് അവർ പൈസ എടുക്കൊന്നുമില്ല, ഫുൾ പൈസ ഇങ്ങനെ വരുന്നുണ്ടാവും അതിക്ക്. അപ്പോൾ ആ UPIക്ക് വന്ന സാധനം എന്താ, അയാളുടെ ടോട്ടൽ ബാങ്ക് സെയിൽസ് ആണ്. എടാ UPIക്ക് വന്ന പൈസ അയാളുടെ ടോട്ടൽ ബാങ്ക് സെയിൽസ് അല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഇതേപോലെ മറ്റെന്താ പറയുക, ഷവർമ്മ കടയിലല്ല, എന്തോ ഒരു ഗ്രില്ല് കടയിൽ പോയപ്പോൾ ഗ്രില്ല് കടയിലുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച സാധനത്തിലുണ്ട് ടുഡേയ്സ് കളക്ഷൻ 73,000. അപ്പോൾ ഞാൻ ഒപ്പമുള്ള ആളോട് പറഞ്ഞു, നമുക്ക് ഇതേപോലെ ഗ്രിൽ കട തുടങ്ങിയാലോ, കാരണം ഇന്ന് ഒരു ദിവസത്തെ കളക്ഷനാണ് 73,000 രൂപ. ഓക്കെ, അപ്പോൾ അതേപോലെ പിന്നെ അവർക്ക് എന്ത് കിട്ടും, അവരുടെ ബാങ്കിൽ വന്ന പൈസ മൊത്തം എന്താണ്, അപ്പോൾ അന്നേ ദിവസം ബാങ്കിൽ വന്ന മൊത്തം പൈസ എന്താണ്, അവരുടെ ബാങ്ക് ത്രൂ ഉള്ള എന്താണ്, സെയിൽസാണ്. അപ്പോൾ ഇവരെല്ലാവരും ബുക്സ് കീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് ഡബിൾ എൻട്രി അല്ല. അവർ ഓരോരുത്തരും അവരവർക്ക് വേണ്ട സാധനം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കീപ്പ് ചെയ്യുന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് കണ്ടെത്തുക? അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? എടാ കംപ്ലീറ്റ് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞു നോക്കിയേ? ജേണൽ ഉണ്ടാവും, ലെഡ്ജർ ഉണ്ടാവും, ട്രയൽ ബാലൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ എന്തുണ്ടാക്കും? എഫേഴ്സ് ഉണ്ടാക്കും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും? ബിസിനസ് റിസൾട്ടും കിട്ടും, അതുപോലെ ഏതും കിട്ടും, ഫിനാൻഷ്യൽ പൊസിഷനും കിട്ടും. എടാ ശരിയല്ലേ? എഫേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബിസിനസ് റിസൾട്ടും കിട്ടും, ഫിനാൻഷ്യൽ പൊസിഷനും കിട്ടും. എടാ ഓക്കെ അല്ലേ? ഇതാണ് ഒരു കംപ്ലീറ്റ് ഡബിൾ എൻട്രി ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ചെയ്യാം. എന്നാൽ ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ നമുക്ക് എങ്ങനെ അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്തും? ചില ഓർഗനൈസേഷനിൽ ഒട്ടും ബുക്സ് ഉണ്ടാവില്ല, ചില ഓർഗനൈസേഷനിൽ പാർഷ്യലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ സിനാരിയോയിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ ബുക്സ് കംപ്ലീറ്റ് ആക്കുക? അപ്പോൾ സാധാരണ ഒരു ഓർഗനൈസേഷൻ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഒക്കെ ചെയ്താലാണ് എഫേർട്സ് ഉണ്ടാക്കുക. ഇവിടെ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഉണ്ടാവില്ല, കാരണം ഇവരുടെ ബുക്സ് എന്താണ്, കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ആ സിനാരിയോയിൽ നമ്മൾ എങ്ങനെയാണ് എഫേർട്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഹാവ് എ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ദർ ഈസ് എ ഫ്രണ്ട് ഓഫ് യു, ദാറ്റ് ഈസ് ഡുഡു എന്ത് ചെയ്തു? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു അറിയോ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, അവന് കുറച്ച് പൈസ വേണം. അപ്പോൾ അവന് വേണ്ട പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 lakh വേണമെന്ന് വിചാരിക്കുക. 4 lakh വേണം. 4 lakh ഉണ്ടെങ്കിൽ അവന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 lakhൽ ഒരു 1.5 lakh അവൻ്റെ ഗേൾ ഫ്രണ്ട് അവന് ലോണായിട്ട് കൊടുത്തു. അപ്പോൾ ഗേൾ ഫ്രണ്ട് കൊടുത്ത ലോണ് പറഞ്ഞാൽ അവൻ്റെ എന്താണ്? ലാബിലിറ്റി അല്ലേ? അപ്പോൾ 4 lakh വേണം, അതിൽ 1.5 lakh ഗേൾ ഫ്രണ്ട് ലോൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ ബാക്കി അവൻ എത്ര കയ്യിൽ നിന്നിട്ടുണ്ടാവും?
2.5 ലാക്ക് അവൻ കയ്യിൽ നിന്നിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പം അവൻ്റെ ബിസിനസ്സിലോട്ട് കയ്യിൽ നിന്നിട്ട പൈസനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എടാ അവൻ്റെ ബിസിനസ്സിലോട്ട് കയ്യിൽ നിന്നിട്ട പൈസനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എത്രയാണ്? 2.5. അപ്പോൾ നിങ്ങളിവിടെ ക്യാപിറ്റൽ കാണാൻ വേണ്ടി യൂസ് ചെയ്ത ഫോർമുല എന്താ? ഇതാണ് അസറ്റ്സ്. അസറ്റ് മൈനസ് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു എന്ത്? ക്യാപിറ്റൽ. അസറ്റ് മൈനസ് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു എന്ത്? ക്യാപിറ്റൽ. ഇനി അവൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. എടാ അവന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? കീപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വർഷം അവൻ എന്ത് ചെയ്തു? കഴിച്ചു കൂട്ടി. ഒരു വർഷം അവൻ കഴിച്ചു കൂട്ടിയപ്പോൾ അവൻ്റെ ടോട്ടൽ അസറ്റ് എടുത്ത് നോക്കുമ്പോൾ മറ്റേ സ്റ്റോക്ക് ഉണ്ട് അവന് 2 ലക്ഷം. സ്റ്റോക്ക് എങ്ങനെ അവന് കാണുക? അവൻ ബുക്സ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റോക്ക് എങ്ങനെ കാണുക? സ്റ്റോക്ക് എണ്ണിയാൽ മതി. എടാ സ്റ്റോക്ക് എണ്ണിയാൽ സ്റ്റോക്ക് കിട്ടൂലേ? കിട്ടൂലേ? ദെൻ ഫർണിച്ചർ അവന് വാങ്ങിയ വില അറിയാം, എത്ര? 1.8 ലാക്ക്. റൂം അഡ്വാൻസ്, എന്താ റൂം അഡ്വാൻസ് പറഞ്ഞാൽ? ഈ ബിൽഡിംഗ് നമ്മൾ റെന്റിന് എടുക്കുമ്പോൾ ഇതിന് ലാൻഡ് ലോഡിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവില്ലേ? അതാണ് റൂം അഡ്വാൻസ്, 1 ലാക്ക്. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഡെലിവറി വെഹിക്കിൾ ഉണ്ട്, എത്ര? 1.5 ലാക്ക്. അവൻ്റെ ടോട്ടൽ അസറ്റ് എത്രയാണ്? 6,30,000. ടോട്ടൽ അസറ്റ് എത്രയാണ്? 6,30,000. ഈ 6,30,000 ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവന് കിട്ടൂലേ? എടാ ഈ 6,30,000 ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവന് കിട്ടൂലേ? 6,30,000 ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവന് കിട്ടൂലേ? കിട്ടും. ദെൻ പിന്നെ ഗേൾ ഫ്രണ്ടിനോട് ഫോർച്യുനേറ്റ്ലി ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല. ഗേൾ ഫ്രണ്ടിന് ഇതേപോലെ ഇടയ്ക്ക് അവൾ തെറ്റുമ്പോൾ കുറച്ച് പൈസ ഇട്ട് കൊടുക്കും. അപ്പോൾ ഗേൾ ഫ്രണ്ട് ലോൺ ഇനി എത്ര കൊടുക്കാണ്ട്? 80,000. അപ്പോൾ അതെങ്ങനെ അറിയാം? ഗേൾ ഫ്രണ്ടിനോട് ചോദിച്ചാൽ മതി, നിനക്ക് എത്ര തരാല്ലേ ചോദിച്ചാൽ മതി. ഓക്കെ, 80,000. ഓക്കെ, അപ്പോൾ ഇയർ എൻഡിത്തെ അവൻ്റെ ക്യാപിറ്റൽ എത്രയാണ് പറഞ്ഞു നോക്കിയേ? ഇയർ എൻഡിത്തെ അവൻ്റെ ക്യാപിറ്റൽ, ഇത് ഇയർ ബിഗിനിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എടാ ഇത് സ്റ്റാർട്ടിങ്, ഇത് എൻഡിങ്, മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എൻഡിങ്ങത്തെ അസറ്റ് എത്രയാണ്? 6,30,000. എൻഡിങ്ങത്തെ ലാബിലിറ്റി എത്രയാണ്? 80,000. അപ്പോൾ എൻഡിങ്ങത്തെ ക്യാപിറ്റൽ എത്രയാണ്? എടാ എൻഡിങ്ങത്തെ ക്യാപിറ്റൽ എത്രയാണ്? പറടാ, എൻഡിങ്ങത്തെ ക്യാപിറ്റൽ എത്രയാണ്? 5,50,000. എടാ എത്രയാണ്? 5,50,000. എടാ 5,50,000 അല്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ? ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ നിങ്ങൾ എങ്ങനെ കണ്ടെത്തിയത്? പ്ലീസ് ടെൽ മീ ദ ഫോർമുല. ക്ലോസിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്തിയത്? എടാ ക്ലോസിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്തിയത്? ക്ലോസിംഗ് അസറ്റ്സ് മൈനസ് ക്ലോസിംഗ് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലേ? എടാ അത് മറ്റേ ഫോർമുലയാണ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഇല്ലേ? അത് എങ്ങനെ മറിച്ചും തിരിച്ചു വിട്ടാൽ എന്ത് ചെയ്യും? യു വിൽ ബി ഗെറ്റിംഗ് ദ തിങ്സ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? നിങ്ങളെ ഇയർ ബിഗിനിങ്ങിൽ 2.5 ഉണ്ടായിരുന്ന സാധനം 5.5 ആയില്ലേ? എടാ ആയില്ലേ? 2.5 ഉണ്ടായിരുന്ന സാധനം 5.5 ആയില്ലേ? എടാ ആയില്ലേ? നിങ്ങൾ ഡ്രോയിങ്സ് നടത്തുകയോ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ, ഡ്രോയിങ്സ് ഇല്ല, അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല, അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ 2.5 5.5 ആയത് ആര് കാരണമായിരിക്കും? ഡ്രോയിങ്സ് ഇല്ല, അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല, ഓപ്പണിംഗിൽ 2.5 ഉള്ളത് ക്ലോസിംഗിൽ 5.5 ആയത് ആര് കാരണമായിരിക്കും? പ്രോഫിറ്റ് കാരണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവുക? 2.5ഉം 5.5 നമ്മൾ ഡിഫറൻസ് എത്രടാ? 3 ലാക്ക്. ഈ 3 ലാക്കാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ബുക്സ് കീപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ അവരെ എന്ത് കണ്ടുപിടിച്ചു? പ്രോഫിറ്റ് കണ്ടുപിടിച്ചില്ലേ? ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇവരുടെ ഓപ്പണിംഗത്തെ ക്യാപിറ്റലും ക്ലോസിംഗത്തെ ക്യാപിറ്റലും കമ്പയർ ചെയ്തു. ഓപ്പണിംഗത്തെ ക്യാപിറ്റലും ക്ലോസിംഗത്തെ ക്യാപിറ്റലും കമ്പയർ ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തുന്ന ഈ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ അറിയോ? ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് നമ്മൾ ഓപ്പണിംഗത്തെ ക്യാപിറ്റൽ 2.5, ക്ലോസിംഗത്തെ ക്യാപിറ്റൽ 5.5. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹൗ മച്ച്? എടാ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര? 3 ലാക്ക്. ഈ 3 ലാക്കാണ് നമ്മുടെ എന്ത്? പറടാ പ്രോഫിറ്റ്. സോ ഡി ടു ഗെറ്റ് എൻ ഐഡിയ. പക്ഷേ ഇവിടെ ഞാനൊരു പ്രീ കണ്ടീഷൻ പറഞ്ഞു. എന്താ പ്രീ കണ്ടീഷൻ പറഞ്ഞത്? മന്ത്ലി ഡ്രോയിങ്സ് ഒന്നുമില്ല, അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇമാജിൻ അഡീഷണൽ ക്യാപിറ്റൽ 2 ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വിചാരിക്കും. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ 2 ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2.5ൽ 5.5 ആക്കിയ 3 ലാക്കിൽ 2 ലാക്ക് അഡീഷണൽ ക്യാപിറ്റലാണ്. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്ര? 1 ലാക്ക്. എടാ 2.5 ഇയർ ബിഗിനിങ്ങിലുള്ളത് 5.5 ആയി. അപ്പോൾ 3 ലാക്ക് അല്ലേ കൂടിയത്? ഈ 3 ലാക്ക് കൂടിയതിൽ 2 ലാക്ക് ഞാൻ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഇട്ടതാണ്. അപ്പോൾ 3 ലാക്കാണ് ക്യാപിറ്റൽ കൂടിയത്, അതിൽ 2 ലാക്ക് ഞാൻ ഇട്ട അഡീഷണൽ ക്യാപിറ്റലാണ്. അപ്പോൾ അതിൽ ബാക്കി പ്രോഫിറ്റ് എത്ര ഉണ്ടാവുക? എടാ ബാക്കി പ്രോഫിറ്റ് എത്ര ഉണ്ടാവുക? 1 ലാക്ക്. എടാ അത് കത്തിയോ? എടാ അത് കത്തിയോ? ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു സാധനം കൂടെ, അതും കൂടെ പറഞ്ഞാൽ ഈ ഫസ്റ്റ് പിക്ചർ ഓവർ. മന്ത്ലി ഞാൻ 10,000 റുപ്പീസ് ഡ്രോ ചെയ്യാറുണ്ട്. മന്ത്ലി ഞാൻ 10,000 റുപ്പീസ് ഡ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എത്ര ഡ്രോ ചെയ്തിട്ടുണ്ട്? 1 ലാക്ക് അല്ല, 1,20,000. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം 2.5 5.5 ആയപ്പോൾ 3 കൂടി. 3 കൂടിയതിൽ 2 എന്താണ്? അഡീഷണൽ ക്യാപിറ്റലാണ്. അപ്പോൾ എത്ര പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത്? 1 ലാക്ക്. പക്ഷേ നമ്മൾ 10,000 × 12 1,20,000 ഡ്രോയും ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ അല്ലല്ലോ, അതിവിടെ ഓൾറെഡി അതിന് കുറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ ഡ്രോയിങ്സ് ചെയ്തതും എന്തായിരിക്കും? നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കും. എടാ ഡ്രോ ചെയ്തതും നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര? 2.5 - 5.5 3 ലാക്ക്. 3 ലാക്കിൽ നിന്ന് 2 ലാക്ക് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക.
1,20,000 എന്ത് ചെയ്യുക? ഹൗ 1,20,000 സർ? മന്ത്ലി ഡ്രോയിങ്സ് ഈസ് 10,000. അപ്പോൾ ഇയർലി ഡ്രോയിങ്സ് എത്ര കാരണം? 1,20,000. 1,20,000 നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1,20,000 നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഹൗ മച്ച് വിൽ ബി ദ എമൗണ്ട്? പറഞ്ഞേ, എത്ര എമൗണ്ട് വരിക? 2,20,000. 2,20,000 വിൽ ബി മൈ എന്ത്? എടാ 2,20,000 വിൽ ബി മൈ പ്രോഫിറ്റ്. 2,20,000 വിൽ ബി മൈ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചത്? വി കമ്പ്യൂട്ടഡ് ദ പ്രോഫിറ്റ് ബൈ കമ്പയറിംഗ് ദ ക്യാപിറ്റൽ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയുന്ന കാര്യമാണ്. എടാ നമുക്കറിയാം നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എങ്ങനെ പോവുക? പറഞ്ഞേ. എടാ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് നമ്മൾ എങ്ങനെ പോവുക? പറഞ്ഞേ. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് എങ്ങനെ ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് പോവുക? പറഞ്ഞേ. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റിനെ ആഡ് ചെയ്യും അല്ലേ? പിന്നെ നമ്മൾ ആരെ ആഡ് ചെയ്യും? അഡീഷണൽ ക്യാപിറ്റലിനെ ആഡ് ചെയ്യും. ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ഡ്രോയിങ്സിന് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആരെ കിട്ടും? ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടൂലേ? ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ എക്സാമ്പിളിൽ വാട്ട് ഈസ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ? 2.5. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് അറിയില്ല. അഡീഷണൽ ക്യാപിറ്റൽ എത്രയായിരുന്നു? 2 lakh. എടാ അഡീഷണൽ ക്യാപിറ്റൽ 2 lakh അല്ലേ? ഡ്രോയിങ്സ് 1,20,000. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 5,50,000. എടാ മാത്തമെറ്റിക്കലി സ്പീക്കിംഗ് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്ത് ഇവിടെ ആര് വന്നാലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്താൽ പോരെ? അപ്പോൾ മാത്തമെറ്റിക്കലി നമ്മൾ എങ്ങനെ തന്നെ സോൾവ് ചെയ്യുക? ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്തതൊക്കെ ലെസ് ചെയ്യുക, ലെസ് ചെയ്തതൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആഡ് ആയിക്കണ്, അപ്പോൾ അതിനെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ആയിക്കണ്, അപ്പോൾ അതിനെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഡ്രോയിങ്സ് ആഡ് ആയിട്ടുണ്ട്, അല്ല ലെസ് ആയിട്ടുണ്ട്, അപ്പോൾ അതിനെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ മിസ്സിംഗ് ഫിഗർ നിങ്ങൾക്ക് ആരെ കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് ആസ് യു കമ്പ്യൂട്ടഡ് ഈസ് എത്രടാ? എത്ര ഇവിടെ നെറ്റ് പ്രോഫിറ്റ്? 2,20,000 ഈസ് ദ നെറ്റ് പ്രോഫിറ്റ്. ഇനി ഇവിടെ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക. നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ക്യാപിറ്റൽ 2.5ൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് 2,20,000 ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ 2 lakh ആഡ് ചെയ്യുക, എന്നിട്ട് 1,20,000 ലെസ് ചെയ്താൽ എത്ര കിട്ടണം? 5,50,000 കിട്ടണം. എടാ എന്ത് കിട്ടണം? 5,50,000 കിട്ടണം. ഇപ്പം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത സാധനം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തറിയോ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ദിസ് ഈസ് വാട്ട് വി കോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ടെക്നിക്കും കൂടെ ഉണ്ട്. എന്തറിയോ? വി ക്യാൻ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എടാ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയേ. ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ക്രെഡിറ്റ് ബാലൻസ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 2,50,000 അല്ലേ? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന എന്താ ജേണൽ എൻട്രി? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന എന്താ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ബൈ ബാങ്ക്. ശരിയല്ലേ? ഇനി അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഉണ്ടായ എന്താ എൻട്രി? ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ ഡ്രോയിങ്സ് ടു ബാങ്ക് ആണ്. ഡ്രോയിങ്സ് ടു ബാങ്ക്. എന്നിട്ട് ആ ഡ്രോയിങ്സ് എവിടേക്ക് ക്ലോസ് ചെയ്യും? ക്യാപിറ്റൽക്ക്. അപ്പോൾ ഡ്രോയിങ്സ് ക്യാപിറ്റൽക്ക് ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? ക്യാപിറ്റൽ കുറയും, ഡ്രോയിങ്സ് ക്യാൻസൽ ആവും. അപ്പോൾ ക്യാപിറ്റൽ ടു ഡ്രോയിങ്സ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡ്രോയിങ്സ് ആകുമ്പോൾ ഡയറക്റ്റ് എൻട്രി എങ്ങനെ എഴുതുക? ക്യാപിറ്റൽ കുറഞ്ഞു, ബാങ്ക് കുറഞ്ഞു. ഡയറക്റ്റ് എൻട്രി പറഞ്ഞേ ക്യാപിറ്റൽ ടു ബാങ്ക് അല്ലേ? ഇനി ഇത് ബാലൻസ് ചെയ്ത് നോക്കി. മിസ്സിംഗ് ഫിഗർ നോക്കി. മിസ്സിംഗ് ഫിഗർ എടാ അല്ല ഒരു മിനിറ്റ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എവിടെ എഴുതുക? ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എവിടെ വരിക? ഓൺലി പീപ്പിൾ പറഞ്ഞ ക്ലോസിംഗ് ക്യാപിറ്റൽ എവിടെ വരിക? ഇവിടെ. ടു ബാലൻസ് ക്യാരിഡ് ഔട്ട്. എടാ ശരിയല്ലേ? ടു ബാലൻസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ മിസ്സിംഗ് ഫിഗർ എങ്ങനെ ഉണ്ടാവുക? പറഞ്ഞേ 1.2 അതുപോലെ തന്നെ 5.5 എന്ന് പറഞ്ഞാൽ എത്ര കാലം വരിക? 6.7 അല്ലേ? 6.7ന് 2.5ഉം 2ഉം അഥവാ 4.5 പോയി കഴിഞ്ഞാൽ ഹൗ മച്ച് വിൽ ബി ദ പ്രോഫിറ്റ്? 2.2 എങ്ങനെ കിട്ടുക? ദിസ് ഈസ് ദ ബാലൻസിങ് ഫിഗർ. എടാ ബാലൻസിങ് ഫിഗർ മനസ്സിലായില്ലേ? നെറ്റ് പ്രോഫിറ്റ് എവിടെ ബാലൻസ് വരുന്നത്? ഡെബിറ്റ് സൈഡില ക്രെഡിറ്റ് സൈഡിൽ. അതിനർത്ഥം ക്യാപിറ്റലിനെ കൂട്ടുന്ന ഒരു സാധനം ഇവിടെ മിസ്സിംഗ് എന്നല്ലേ? ക്യാപിറ്റലിന് കൂട്ടുന്ന സാധനം ആരായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. സോ ഇങ്ങനെ നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തുന്നത്. അതാ പ്രോഫിറ്റ് കാണാൻ വേണ്ടി അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമുക്ക് 2 പോയിന്റിൽ ക്യാപിറ്റൽ കിട്ടണം. എങ്ങനെ ഈ ക്യാപിറ്റൽ കാണാതെ ഫോർമുല എന്താ? എടാ പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമുക്ക് 2 പോയിന്റിൽ എന്ത് കിട്ടണം? പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമുക്ക് 2 പോയിന്റിൽ ക്യാപിറ്റൽ കിട്ടണം. ക്യാപിറ്റൽ എങ്ങനെ കിട്ടുക? നമ്മൾ വി യൂസ് ദ ഫോർമുല. എടാ ഏത് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക? വി യൂസ് ദ ഫോർമുല അസെറ്റ് മൈനസ് ലാബിലിറ്റി. എടാ അസെറ്റ് മൈനസ് ലാബിലിറ്റി ആണ് ക്യാപിറ്റൽ. സെറ്റ് അല്ലേ? പിന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ വി പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാം. ഐ വിൽ ഗിവ് യു ഫ്യൂ എക്സാമ്പിൾസ് ആൻഡ് യു ഹാവ് ടു ടെൽ മീ ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ. ഇപ്പോൾ ഈ യെല്ലോയിൽ ഞാനിട്ട ഇതൊന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് വായിച്ചേ. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്.
ഇതിലേ നോക്കിയടാ, പ്ലാൻ ആൻഡ് മിഷനറി 60,000. ഇതെന്നാ പറയണേ? ലാബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് അല്ലേ പറയണേ? ഓപ്പണിംഗ് ഡേറ്റ്. പ്ലാൻ ആൻഡ് മിഷനറി 60, ഫർണിച്ചർ 40, ബിൽഡിംഗ് 2 lakh. ഓക്കെ. പിന്നെ ബാങ്ക് ഓഡി ക്രെഡിറ്റേഴ്സ് ആണ് എന്താ? എടാ ലാബിലിറ്റീസ് ആണ് എടാ അല്ലേ? ഡ്രോയിങ്സ് ഡ്യൂറിങ് ദെയർ 50,000. അഡീഷണൽ ക്യാപിറ്റൽ ഡ്രോൺ എത്രയാണ്? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന എത്ര? 80,000. ഫൈൻഡ് ഔട്ട് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. എടാ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മളിങ്ങനെ കാണുക. ഇതെല്ലാം ഈ അസറ്റും ലാബിലിറ്റി എപ്പോഴാണ് തന്നെ? ഈ അസറ്റ്സും ലാബിലിറ്റീസ് എപ്പോഴാണ് തന്നെ? ഇയർ ബിഗിനിങ്ങിൽ അല്ലേ? അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് അസറ്റ്സ് കാണാം. എടാ പറഞ്ഞേ, വാട്ട് ഈസ് ദ ഓപ്പണിംഗ് അസറ്റ്സ്? ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ പോരെ? എത്ര വരിക? 3 lakh അല്ലേ? എടാ ഓപ്പണിംഗ് അസറ്റ്സ് 3 lakh അല്ലേ? 2 lakh + 40 + 60 അല്ലേ? ദെൻ പിന്നെ നെക്സ്റ്റ് ഏതാണ്? എടാ നെക്സ്റ്റ് ഏതാണ്? നമ്മുടെ ഓപ്പണിംഗ് ലാബിലിറ്റി. എടാ എത്ര ഓപ്പണിംഗ് ലാബിലിറ്റി? കമൻ. ഓപ്പണിംഗ് ലാബിലിറ്റി എത്ര? എടാ ക്രെഡിറ്റേഴ്സ് 20,000 പ്ലസ് ഇത് 15 ആട്ടോ, സോറി 15. 20,000 പ്ലസ് 15,000 35,000 അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര വരിക? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു പറടാ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് അസറ്റ്സ് മൈനസ് ഓപ്പണിംഗ് ലാബിലിറ്റി അല്ലേ? ഓപ്പണിംഗ് അസറ്റ്സ് 3 lakh, ഓപ്പണിംഗ് ലാബിലിറ്റി. എടാ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഒരു ട്രാക്ക് ഇടാണ്. ഈ എക്സാമ്പിൾസ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ട്രാക്ക് ഇട്ടാലേ നമുക്ക് പ്രോബ്ലംസ് അടിപൊളിയായി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, കളിക്കല്ലേ? അപ്പോൾ 3 lakh - 35,000 എത്ര വരിക? 2,65,000. ഈ 2,65,000 നിന്ന് ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ വർഷം നമ്മൾ 50,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലോട്ട് പോകുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ലെസ് ചെയ്യണം. അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ 80,000 കൊണ്ടുവന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ ഇനിയും നമ്മൾ കൊണ്ടുവന്നാൽ ഓപ്പണിംഗിൽ നിന്ന് ക്ലോസിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ അഡീഷണൽ ക്യാപിറ്റലിനെ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? എടാ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ആഡ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 2,95,000. 2,95,000 ആണ് നമ്മൾ എന്ത്? ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്താൽ മതി? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും ഇത് കണ്ടെത്താം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 2,65,000. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്, ക്യാപിറ്റൽ കുറയും ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ ഡെബിറ്റ്. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് 2,95,000 ആസ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. എക്സാമ്പിൾ ഓക്കെ ആണോ? ഹലോ, എക്സാമ്പിൾ ഓക്കെ ആണോ? അടുത്ത എക്സാമ്പിൾ യു ഹാവ് ടു ഡു ദാറ്റ് യുവർ ഓൺ. ഒരു മിനിറ്റ്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്തേ. ഐ വിൽ ഗിവ് യു 2 minutes ടൈം. ഹലോ, ഞാനൊന്ന് വായിച്ചു തരാം. ഫോളോയിങ് ആർ ദി ഡീറ്റെയിൽസ് ആസ് ഓൺ 31st December 2022. PM പ്ലാൻ ആൻഡ് മിഷനറി, വെഹിക്കിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്ക് ലോൺ. അപ്പോൾ ഇത് ഇയർ എൻഡിത്തെ ഡീറ്റെയിൽസാണ്, ഇയർ ബിഗിനിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ്. ഇയർ 31st December 2022 ഏതാ? ഇയർ എൻഡിത്തെ ഡീറ്റെയിൽസ് ആണ്, എൻഡാണ്. ഓക്കെ, എൻഡിത്തെ ഡീറ്റെയിൽസ് ആണ് അവർ നമുക്ക് തന്നെ. ഓക്കെ അല്ലേ? ഇയർ എൻഡ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡ്യൂറിംഗ് ദ ഇയർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ വാസ് മെയ്ഡ് 20,000. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് 60,000. ഡ്രോയിങ്സ് 50,000. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ഡ്യൂറിംഗ് ദ ഇയർ 30,000. വാട്ട് ഈസ് ഓപ്പണിംഗ് അസറ്റ്സ്? ഓപ്പണിംഗ് അസറ്റ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ, വാട്ട് ഈസ് ഓപ്പണിംഗ് അസറ്റ്സ്? ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഓപ്പണിംഗ് അസറ്റ് നമ്മൾ കാണണമെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? ഓപ്പണിംഗ് അസറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ഓപ്പണിംഗ് ലാബിലിറ്റി. ഇവിടെ ക്ലോസിംഗ് അസറ്റും ഉണ്ട്, ക്ലോസിംഗ് ലാബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് ലാബിലിറ്റിയിൽ നിന്ന് ഓപ്പണിംഗ് ലാബിലിറ്റിക്ക് എത്താൻ നോക്കുക. ക്ലോസിംഗ് അസറ്റും ക്ലോസിംഗ് ലാബിലിറ്റിയും തന്നാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാം. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലും കാണാം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ലാബിലിറ്റി ആഡ് ചെയ്താൽ ഓപ്പണിംഗ് അസറ്റ് കിട്ടും. ഒന്നും മനസ്സിലായില്ല, ഒറ്റക്കങ്ങ് ചെയ്യുക.
യെസ്, ആൻസർ പ്ലീസ്. കിട്ടിയോ? ആ നോക്ക് ഡെലിസൺ. ഓപ്പണിംഗ് അസറ്റ്സ് എത്ര? ക്ലോസിംഗ് അസറ്റ്സ് എത്ര? എടാ ക്ലോസിംഗ് അസറ്റ്സ് എത്ര? 2 lakh പ്ലസ് 1 lakh 40 പ്ലസ് 60 എത്ര? 4 lakh. ക്ലോസിംഗ് അസറ്റ്സ് 4 lakh അല്ലേ? ക്ലോസിംഗ് ലാബിലിറ്റി 80,000 അല്ലേ? ക്ലോസിംഗ് ക്യാപിറ്റൽ 3 lakh 20. അത് മനസ്സിലായോ? ക്ലോസിംഗ് ക്യാപിറ്റൽ 3 lakh 20. ഇനി ഡ്യൂറിങ് ദ റീപേയ്മെന്റ് ഓഫ് ദ ലോൺ 20,000 നടത്തിയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ആകെ ഒരു ലാബിലിറ്റി ഉള്ളൂ, ബാങ്ക് ലോൺ. തുടക്കത്തിലുള്ള ലോണിൽ നിന്നും 20,000 രൂപ തിരിച്ചടച്ചിട്ടുള്ളതാണ് ക്ലോസിംഗ് ലാബിലിറ്റി ആയ 80,000. അപ്പോൾ ഓപ്പണിംഗ് ലാബിലിറ്റി എത്ര? 1 lakh. അപ്പോൾ ഓപ്പണിംഗ് ലാബിലിറ്റി 1 lakh. അത് മനസ്സിലായില്ലേ? എടാ റീപേയ്മെന്റ് ഓഫ് ലോൺ 20,000 നടത്തിയതിന് ശേഷം ഇയർ എൻഡിലുള്ള ലോണിന്റെ ബാലൻസ് ആണ് 80,000. അപ്പോൾ റീപേയ്മെന്റ് നടത്തുന്നതിന് മുന്നുള്ള ബാലൻസ് ആണ് ഇയർ ബിഗിനിങ്ങത്തെ ബാലൻസ്. അത് എത്രയാണ്? 80,000 പ്ലസ് 20,000 ഈക്വൽ ടു 1 lakh. അപ്പോൾ ഓപ്പണിംഗ് ലാബിലിറ്റി 1 lakh, ക്ലോസിംഗ് ക്യാപിറ്റൽ 3 lakh 20. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുക. ശ്രദ്ധിക്കട്ടോ, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എന്തിനെ കണ്ടെത്താൻ പറ്റും എന്നറിയോ? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ പറ്റും. എങ്ങനെ? ക്ലോസിംഗ് ക്യാപിറ്റൽ 3 lakh 20. ഇതാ ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടെ വരിക. ക്ലോസിംഗ് ക്യാപിറ്റൽ 3 lakh 20. അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദ ഇയർ എന്തുണ്ട്? അഡീഷണൽ ക്യാപിറ്റൽ 60,000 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഇവിടെ ഉണ്ടാവും. അഡീഷണൽ ക്യാപിറ്റൽ എടാ അഡീഷണൽ ക്യാപിറ്റൽ ഓക്കെ അല്ലേ? പിന്നെ ഡ്രോയിങ്സ് എത്ര ഉണ്ട്? ഡ്രോയിങ്സ് 50,000 ഉണ്ട്. ഡ്രോയിങ്സ് 50,000. അപ്പോൾ നിങ്ങളിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 2 lakh 80. ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 lakh 80 ഓപ്പണിംഗ് ലാബിലിറ്റി 1 lakh കൂട്ടി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര? 2 lakh 80 പ്ലസ് 1 lakh ഈക്വൽ എത്ര? 3 lakh 80. എടാ 2 lakh 80 പ്ലസ് 1 lakh ഈക്വൽ എത്ര? 3 lakh 80. 3 lakh 80 is the opening asset. Opening liability plus opening capital is equal to opening asset. Where do you go wrong? കിട്ടി. എടാ any problem? Please to tell me any problem. Come on. Hello. എടാ ഓക്കെയാണോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ക്ലോസിംഗത്തെ അസറ്റ്. എടാ പറയുന്നത് ശ്രദ്ധിക്ക്. ഇത് മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിച്ചാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. വിചാരിച്ചാൽ മാത്രം പോലെ അതിലോട്ട് ഞാനൊരു എഫേർട്ടും കൂടെ ഉണ്ട്. ഈ രണ്ടും ഇട്, എന്നിട്ട് മനസ്സിലായെങ്കിൽ ഈ വിട്. മനസ്സിലായില്ലേ? ഡോണ്ട് സിറ്റ് പ്രിജുഡൈസ്ഡ്. ഓക്കെ, ഇതെന്തോ വലുതാണ് നിങ്ങൾക്ക് കിട്ടൂല എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞ്. യു ആർ വാട്ട് യുവർ മൈൻഡ് സൈസ്. അപ്പോൾ നോക്ക്, ഇതാണ് എൻ്റെ എന്ത് ക്ലോസിംഗത്തെ അസറ്റ്. എടാ സംസാരിക്കല്ലേ അമിത. ഇതാണ് നിങ്ങളുടെ ക്ലോസിംഗ് അസറ്റ്സ്. 4 ലക്ഷം. ഇതാണ് നിങ്ങൾ ക്ലോസിംഗ് ലാബിലിറ്റി. ക്ലോസിംഗ് അസറ്റിൽ നിന്ന് ക്ലോസിംഗ് ലാബിലിറ്റി കുറച്ചാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. അസറ്റ് മൈനസ് ലാബിലിറ്റി ഈക്വൽ ടു ക്യാപിറ്റൽ. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്ന ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒറ്റ കാര്യം നമുക്കറിയാം, ബാങ്ക് ലോൺ 80,000 ആണ്. 20,000 റീപേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം, അപ്പോൾ ഇയർ ബിഗിനിങ്ങിൽ ഈ 20,000 റീപേയ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ നമ്മുടെ ബാങ്ക് ലോൺ എത്ര ഉണ്ടായിരുന്നിരിക്കും? 1 lakh. അപ്പോൾ 1 lakh ആണ് നമ്മുടെ ഓപ്പണിംഗ് ലാബിലിറ്റി. 80,000 ആണ് നമ്മുടെ ക്ലോസിംഗ് ലാബിലിറ്റി. ഇനി ഞാൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കി. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ 3 lakh 20. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ 3 lakh 20. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് വരെ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്, ഡെബിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് ആൻ ഐറ്റം ഇൻക്രീസിംഗ് ദ ക്യാപിറ്റൽ. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണോ ഡെബിറ്റ് ചെയ്യണോ? ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഡ്രോയിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സൈഡിൽ ഒരു 2 lakh 80 കുറവുള്ളത് കാണാം. ഈ 2 lakh 80 ആണ് ബാലൻസിങ് ഫിഗർ ആണ്. ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 lakh 80 ആണ്. ഓപ്പണിംഗ് അസറ്റ് ഓപ്പണിംഗ് ലാബിലിറ്റി 2 lakh 80 ആണ്. ഓപ്പണിംഗ് ലാബിലിറ്റി 1 lakh ആണ്. ഓപ്പണിംഗ് ലാബിലിറ്റിയും ഓപ്പണിംഗ് ക്യാപിറ്റലും കൂട്ടിയതാണ് ഓപ്പണിംഗ് അസറ്റ്സ്. അപ്പോൾ 2 lakh 80 പ്ലസ് 1 lakh ഈക്വൽ ടു എത്ര? 3 lakh 80,000. ദെൻ പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പ്രശ്നമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ലെറ്റ്സ് ടേക്ക് ഇവിടെ ഒരൊറ്റ കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹാവ് എ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ.
ഇതൊന്ന് നോക്കിയേ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഫണ്ട് ഫോർ 2021 ബാലൻസസ്. ഫസ്റ്റ് സ്റ്റോക്ക് 60,000, ഡെപ്റ്റേഴ്സ് 40,000, ക്യാഷ് 1 lakh, PP 2 lakh, ലോണ് 1 lakh, ക്രെഡിറ്റേഴ്സ് 20,000. 31 March 2023 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എടാ 2 ഡേറ്റും തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? 2 years എടാ. 1/4/21 31 March 2023 തമ്മിൽ 2 years ഗ്യാപ്പില്ലേ? ആ, അപ്പോൾ അന്നത്തെ PP, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ലോണ്, ക്രെഡിറ്റേഴ്സ് തന്നു. മന്ത്ലി ഓണർ എന്ത് ചെയ്തു? 4,000 എടുത്തു. ഓണർ എന്ത് ചെയ്തു? ഇയർ 1 30,000, ഇയർ 2 40,000 പ്രോഫിറ്റ് ഉണ്ട് എന്ന് ഇൻകം ടാക്സിലോട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മളോട് പറയാണ് ഇയാൾ എന്തെങ്കിലും ടാക്സ് ഇവേഷൻ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെ ടാക്സ് ഇവേഷൻ നടത്തിയിട്ടുണ്ടോ കണ്ടെത്തുക? ഇയാൾ ഇൻകം ടാക്സിലോട്ട് കാണിച്ച പ്രോഫിറ്റ് എത്ര? 2 വർഷങ്ങളിൽ കാണിച്ച പ്രോഫിറ്റ് എത്ര? 30 + 40 70. എടാ അല്ലേ, ഇയാളുടെ ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഈ 2 പോയിന്റത്തെ പ്രോഫിറ്റ് കണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റൂലേ? എടാ കാണാൻ പറ്റൂലേ? ആ, അപ്പം അങ്ങനെ 2 പോയിന്റത്തെയും പ്രോഫിറ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇയാളെ 2 പോയിന്റത്തെയും ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾ ഇയാളുടെ യഥാർത്ഥ പ്രോഫിറ്റ് കാണാം. ഈ പ്രോഫിറ്റിനെ ഇയാൾ റിപ്പോർട്ട് ചെയ്ത പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ യഥാർത്ഥ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത പ്രോഫിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താ? ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ട്രൈ. എടാ പെട്ടെന്ന്. Comment please, what is the tax evasion? Any issue in readability, please do ask. മനസ്സിലായില്ലേ? കിട്ടിയോ? 8,000 ഈ പറയാം. ടാക്സ് ഇവേഷൻ എത്ര എമൗണ്ട് നിങ്ങൾ പറയണ്ടേ? നോക്കാം.
28,000 ആണോ? ആരോ 28,000 ഓൺലൈനിൽ പിള്ളേർ പറയുന്നുണ്ട്. എടാ ഒന്നുമില്ല, ഇവിടെ നോക്ക്, പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്. ആദ്യം നിങ്ങൾ ഓപ്പണിംഗ് ആസെറ്റ്സ് എടുത്തേ. എത്ര ഓപ്പണിംഗ് ആസെറ്റ്? 3 lakhും 4 lakh. 4 lakhിൽ നിന്ന് 1,20,000 പോയി കഴിഞ്ഞാൽ 2,80,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ 2,80,000. പാർത്ഥിവേ, ഓപ്പണിംഗ് ക്യാപിറ്റൽ 2,80,000 കണ്ടുപിടിച്ച് മനസ്സിലായില്ലേ? എങ്ങനെ? ഓപ്പണിംഗ് അസെറ്റ്സ് മൈനസ് ലാബിലിറ്റി. ഇനി അതേപോലെ ഇത് 21 2 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപിറ്റൽ എത്ര? 3ഉം 6ഉം 4ഉം 4,40,000 4,40,000 18ഉം 13 പോയാൽ എത്ര ക്ലോസിംഗ് ക്യാപിറ്റൽ വരുന്നത്? 30 3,30,000 3,30,000 ക്ലോസിംഗ് ക്യാപിറ്റൽ 3,30,000. ഇനി ഇവിടെ ശ്രദ്ധിക്ക്. ഇനി ഇവിടെ ശ്രദ്ധിക്ക്. നമുക്കറിയാം ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒരു പോയിന്റിത്തെ ക്യാപിറ്റൽ കാണാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. എന്താ പറയുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ബാലൻസ് ഷീറ്റ്. ദർ ഈസ് ഓൺലി വൺ ഡിഫറൻസ്. എന്താ? 2 ഇയറിന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് 2 സൈഡിലാണ് ഉണ്ടാക്കേണ്ടത്, അത്രേ ഉള്ളൂ. അതല്ല, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിൽ ഒരു ഡിഫറൻസ് ഉള്ളൂ. അതെന്താ? ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ഗിവൺ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ക്യാപിറ്റലാണ് ബാലൻസിങ് ഫിഗർ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാനല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങോട്ട് നോക്കിയേ, ഇതാ ഈ അസറ്റ് കംപ്ലീറ്റ് പ്ലോട്ട് ചെയ്തു. നോക്കടാ. അതുപോലെ ഈ ലാബിലിറ്റിയും പ്ലോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 2,80,000 ക്യാപിറ്റൽ കിട്ടി. അതുപോലെ ഇവിടുത്തെ അസറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പിച്ച് ചെയ്തു. അതുപോലെ ഇവിടുത്തെ ലാബിലിറ്റി നമ്മൾ പിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡേറ്റ ഫോർ എ പെർട്ടിക്കുലർ പീരീഡാ. ബാലൻസ് ഷീറ്റ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യല്? ഓൺ എ ഡേറ്റ്. ബാലൻസ് ഷീറ്റ് തിരിച്ച് ഞാൻ കൊല്ലും കേട്ടോ. PL അക്കൗണ്ട് ഓൺ എ ഡേറ്റ് ആണ് ടീംസാണ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ക്യാപിറ്റൽ കിട്ടും. ഇനി ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാലേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര? 3,30,000. അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ അതിന് എത്ര കുറക്കുക? 2,80,000 കുറക്കുക. ഡ്യൂറിങ് ദ ഇയർ നിങ്ങൾ എത്ര ഡ്രോ ചെയ്തിട്ടുണ്ട്? 4,000 × 24. 2 വർഷമല്ലേ? 2 വർഷം. അപ്പോൾ ഡ്രോയിങ്സ് എന്താ ചെയ്യേണ്ടത്? ഡ്രോയിങ്സ് ഓൾറെഡി ക്ലോസിംഗ് ക്യാപിറ്റൽ നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അറിയില്ലേ? ഇനി അതേപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രോഫിറ്റ് എത്ര? 1,46,000. 1,46,000 അല്ലേ? അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറക്കുക, ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. 1,46,000 ആണ്. 1,46,000. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളോട് ഇൻകം ടാക്സിനോട് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 40, 30, 70 ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 1,46,000 ഉള്ള നിങ്ങൾ 70,000 പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല? 76,000. അപ്പോൾ ഈ 76,000 എന്താണ്? നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ട് നിങ്ങൾ സപ്രസ് ചെയ്ത എമൗണ്ട് ആണ്. സപ്രസ് ചെയ്യാൻ പ്രോഫിറ്റ് കുറച്ച് കാണിച്ചത് 76,000. 76,000. അപ്പോൾ 76,000 ആണ് എന്ത്? നിങ്ങളുടെ ടാക്സ് ഇവേഷൻ. സോ ഈ മെത്തേഡ് നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്ത് ക്യാപിറ്റൽ കമ്പാരിസൺ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ വഴി നമുക്ക് എങ്ങനെ മിസ്സിംഗ് ക്യാപിറ്റലിനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്.